ലോകത്തെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. ചരിത്രം കൊണ്ടും വാസ്തുവിദ്യാ വൈഭവം കൊണ്ടും ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും ആകർഷകമാണ് താജ്മഹൽ. ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ അറിവും അതിശയിപ്പിക്കുന്നതുമാണ്. ഇതിൽ ഒട്ടേറെ രഹസ്യങ്ങളുമുണ്ട്. അവയിലൊന്നാണ് താജ്മഹലിന് താഴെ പൂട്ടിയിട്ടിരിക്കുന്ന 22 മുറികൾ. ഇവ നിർമ്മിക്കപ്പെട്ടതിന്റെ കാരണവും ഉള്ളിൽ എന്താണെന്നും ഉള്ളതിനെ പറ്റിയുമെല്ലാം ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ വെളുത്ത മാർബിൾ ഘടനയ്ക്ക് ചുറ്റുമായി നിലകൊള്ളുന്ന ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ചമേലി ഫ്ലോറിന് താഴെയാണ് ഈ രഹസ്യമുറികളുള്ളത്. ഈ ഭൂഗർഭ മുറികൾ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാനാകാത്ത വിധം അടച്ചുപൂട്ടപ്പെട്ട നിലയിലുമാണ്. താജ്മഹലിന്റെ ഭംഗി ആസ്വദിച്ച് ഇവയ്ക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന സഞ്ചാരികൾ ഈ രഹസ്യത്തെക്കുറിച്ച് അറിയാറുമില്ല. താജ്മഹലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയ എഞ്ചിനീയർമാരും ചരിത്രകാരന്മാരും ഈ നിലവറകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി ഇവ അടച്ചുപൂട്ടി സംരക്ഷിക്കപ്പെടുന്നതിനാൽ ഈ മുറികളെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടേറെ കഥകളും പ്രചരിക്കുന്നു. വരിവരിയായി വ്യത്യസ്ത വലുപ്പത്തിലാണ് ഈ മുറികളുള്ളത്. ഇവയ്ക്കുള്ളിൽ പുറം ലോകം അറിയരുതാത്ത നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാമെന്നാണ് പലരുടെയും വിശ്വാസം. രാജഭരണകാലത്തെ കനത്ത നിധിശേഖര മുറിക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നവരിൽ ഏറെ. അതല്ല, ചരിത്രപരമായ പല രഹസ്യങ്ങളുടെയും അവശേഷിപ്പുകളാണ് ഇവയ്ക്കുള്ളിലെന്ന് കരുതുന്നവരും കുറവല്ല. ഷാജഹാന്റെയും മുംതാസിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ ഈ നിലവറയ്ക്കുള്ളിലാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ മുൻവിധികളെയെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ASI പറയുന്നതനുസരിച്ച് മുകളിലത്തെ മാർബിൾ ഫ്ലോറിന്റെയും ആകെ ഘടനയുടെയും ഭാരം വഹിക്കാനായാണ് ഈ ചേംബറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ ഘടനയിലുടനീളം വായുസഞ്ചാരം ഉറപ്പാക്കാനും ഈർപ്പത്തിന്റെ നില ക്രമപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവയുടെ നിർമ്മാണം. ഇഷ്ടികയും പ്ലാസ്റ്ററും ഉപയോഗിച്ചിരിക്കുന്ന ഈ അറകൾ ആരാധനകൾക്കോ താമസത്തിനോ വേണ്ടി നിർമ്മിച്ചതല്ല എന്നും ASI പറയുന്നു. ഘടനയുടെ സംരക്ഷണം നിലനിർത്താനുള്ള നടപടികളുടെ ഭാഗമായി ഇവയിൽ 2 മുറികൾ തുറന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചുണ്ണാമ്പ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്തത് പഴയ ഇഷ്ടികകളിൽ നിർമ്മിച്ച സാധാരണ മുറികൾ എന്നതിനപ്പുറം ഇവയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നാണ് വിശദീകരണം. അറകളെല്ലാം ശൂന്യമാണ്. അലങ്കാരങ്ങളൊന്നും ഇവിടെയില്ല. പുരാതന കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ബേസ്മെന്റിലുള്ള സ്റ്റോറേജുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നിലവറകളുള്ളത്. താജ്മഹലിന്റെ ഘടന നിലനിർത്തുന്നതിൽ ഈ അറകൾക്ക് പ്രധാന പങ്കുണ്ട്. ഇവിടേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നത് നിർമ്മിതിയുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്നതിനാലാണ് ഇവ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈർപ്പത്തിന്റെ നിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നിർമ്മിതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. മലിനീകരണത്തിന്റെ തോതും കാലാവസ്ഥയിലെ വ്യതിയാനവും ഇതിനോടകം താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുണ്ട്. ഇതിന്റെ ഘടനയെ സംരക്ഷിച്ചു നിർത്തുന്നത് സുപ്രധാനമായതിനാൽ ഈ അറകൾ ഇതേ നിലയിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊതുജനങ്ങൾക്ക് കാണാനാകില്ലെങ്കിലും നവീകരണങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെയും നിലവറകൾ ഉൾപ്പെടുന്ന ഭാഗം തുറക്കാറുണ്ട്.